ഹായ് കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു പ്രതീതി തോന്നിക്കുന്ന ഒരു കുഞ്ഞ് കടയാ കേട്ടോ. എന്താ അത് ചേട്ടൻ്റെ അല്ല നമ്മളൊരു കപ്പലണ്ടി മുട്ടായെങ്കിൽ ഇങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഞാനിത് മേടിച്ചുകൊണ്ട് പറഞ്ഞതല്ല, ഞാനിവിടെ യാത്രക്കിടെ കണ്ടതാണ്. നല്ല രസമുണ്ട്. ഒരു മരത്തിൻ്റെ താഴെ, അത് അമ്പലത്തിൻ്റെ മൂലസ്ഥാനം, ഇത് കാവുങ്ക അമ്പലത്തിൻ്റെ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ നല്ല അടിപൊളി കട, കുഞ്ഞു കടയാണ്. മിഠായി ഒക്കെയാണ്, മിഠായി, നാരങ്ങാ വെള്ളം, മാല, ഉടയാട, അമ്പലത്തിലെ സംഭവമൊക്കെയാണ്. പാമ്പൻ ചേട്ടനാണ് ഇവിടെ. വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കയറണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് കണ്ടപ്പോഴേ എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മളിങ്ങനെയുള്ള കുഞ്ഞു കടകളും ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പം മോരും വെള്ളമുണ്ട്, നാരങ്ങാ വെള്ളമുണ്ട്. ഞാനിപ്പോൾ കാപ്പി കുടിച്ചിട്ട് വന്നേ, ഇപ്പോൾ ഉടനെ വെള്ളം പറ്റത്തില്ല, അല്ലെങ്കിൽ മോരും വെള്ളം കുടിച്ചേ. അപ്പോൾ ശരി, ഓക്കെ. നമ്മുടെ കാവുങ്ക അമ്പലത്തിൻ്റെ ആൽത്തറയാണ്. എന്നാ സുഖം, നല്ല കാറ്റ്. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. അത്ര മനോഹരമാണ്. ഓട്ടച്ചേട്ടന്മാരൊക്കെ ഇവിടെ കിടപ്പുള്ളൂ. അവരെയൊക്കെ ഊണ് കഴിക്കാൻ പോയിരിക്കുക. അല്ല, ഇവിടെ ഭയങ്കര തിരക്ക്. ആലും ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നേരം മേളിൽ ഇരുന്ന് നമുക്ക് സമയങ്ങൾ അടിപൊളിയാണ്. ഇവിടുത്തെ കാഴ്ചകൾ, കാവുങ്കലമ്മയുടെ തൊട്ടെതിർവശം, കൈ നമുക്ക് ചൂണ്ടാൻ പാടില്ല. അടിപൊളിയാണ് കേസ്. ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പറയുന്ന കഥ കാവുങ്കൽ എന്ന പ്രശാന്തസുന്ദരമായ ഗ്രാമത്തെക്കുറിച്ചാണ്. കാവുങ്കൽ ദേവിയുടെ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ശാന്തവും സുന്ദരവുമായ ഭൂപ്രദേശം എന്ന് തന്നെ പറയാം. സ്നേഹമുള്ള ആളുകൾ, വലിയ ബഹുനില കെട്ടിടങ്ങളോ അത്ര വലിയ സൂപ്പർ മാർക്കറ്റുകളോ ഒന്നുമില്ലാത്ത ഗ്രാമത്തനിമയുള്ള, പച്ചപ്പുള്ള, നന്മയുള്ള കുറേയേറെ മനുഷ്യർ വസിക്കുന്ന ഒരു പ്രദേശം. ഏറെ സുന്ദരമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. ഒരു ഗ്രാമത്തിൽ ചെന്ന ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഉച്ച സമയത്ത് വെയിലിൻ്റെ കാഠിന്യത്തെ അതിജീവിക്കാൻ നമ്മൾ അഭയം പ്രാപിക്കുന്നത് ഇതുപോലുള്ള ആൽമരത്തിൻ്റെ തിണ്ണയിലാണ്. ഇത് അമ്മയുടെ ശ്രീമൂലസ്ഥാനമാണ്. തൊട്ട് കിഴക്ക് വശത്തൊരു കുഞ്ഞമ്പലമായിട്ട് ദേവി ഇവിടെ കുടികൊള്ളുന്നു. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവിയുടെ തൊട്ട് അടുത്താണ് രവീന്ദ്രൻ ചേട്ടൻ്റെ ഈ കുഞ്ഞു ലുലുമാൾ. ഈ വഴി വരുന്നവർ